രന രന രനു. നമ്മളെ നമ്മൾ തന്നെ ഒന്ന് ആത്മാർത്ഥമായി കെട്ടിപ്പിടിച്ചിട്ട് എത്ര നാളായി കാണും? രണ്ടുപേര് പരസ്പരം കെട്ടിപ്പിടിക്കുമ്പോൾ, സ്നേഹത്തോടെ കെട്ടിപ്പുണരുമ്പോൾ മാനസികമായും ശാരീരികമായും എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നറിയാമോ? അതുകൊണ്ട് അവർക്ക് എന്തൊക്കെ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നറിയാമോ? പോട്ടെ, അവർക്കിടയിൽ എന്തൊക്കെ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നറിയാമോ? ഓക്സിറ്റോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യം അതിനെപ്പറ്റി പറയാം. മനുഷ്യ ശരീരത്തിൽ സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണും ന്യൂറോ ട്രാൻസ്മിറ്ററുമാണ് ഓക്സിറ്റോസിൻ. ഇതിനെ സ്നേഹത്തിന്റെ ഹോർമോൺ എന്നാണ് പറയുക. കാരണം ഇത് നമുക്കിടയിലെ സ്നേഹബന്ധം, വിശ്വാസം, കരുണ, മാതൃത്വം എന്നീ വികാരങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യക്തമായി പറഞ്ഞാൽ, നമ്മൾ ഒരാളെ സ്നേഹത്തോടെ തൊടുമ്പോഴും ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോഴും അവരുമായി സ്നേഹത്തോടെ സംസാരിക്കുമ്പോഴും ഒന്നിച്ചിരുന്ന് ചിരിക്കുമ്പോഴും നല്ല നല്ല കാര്യങ്ങൾ പങ്കുവെക്കുമ്പോഴുമൊക്കെ നമ്മുടെയും അവരുടെയും ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഹോർമോൺ ഉണ്ടാകുമ്പോൾ നമുക്കിടയിലെ സ്നേഹബന്ധം കൂടുതൽ ശക്തമാകുന്നു. ആ ബന്ധങ്ങൾക്കിടയിലെ വിശ്വാസവും അടുപ്പവും വർദ്ധിക്കുന്നു. ദാമ്പത്യം, മാതൃത്വം, സൗഹൃദം എന്നിങ്ങനെയുള്ള എല്ലാത്തിലും പരസ്പരമുള്ള ആത്മബന്ധം വർദ്ധിപ്പിക്കാൻ അതിടയാക്കുന്നു. ഓക്സിറ്റോസിന്റെ ഉൽപാദനം നമ്മുടെ ഉള്ളിലെ വിഷാദം, ഭയം, ദേഷ്യം, വെറുപ്പ് തുടങ്ങിയ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളെ കുറയ്ക്കുന്നു. എനിക്കറിയാം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും അനാവശ്യമായിട്ടുള്ള ആകുലതകൾ കൊണ്ടു നടക്കുന്നവരായിരിക്കും. പക്ഷേ ഇവയൊക്കെ നിയന്ത്രിക്കാൻ ഒരാലിംഗനം കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞാൽ എന്തേ വിശ്വാസം വരുന്നില്ലേ? എന്നാൽ ഞാൻ പറയുന്ന ഒരു കാര്യം ഇപ്പൊ തന്നെ കണ്ണടച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോ ഈ നിമിഷം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നമ്മുടെ അടുത്തു വന്ന് നമ്മളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ അവരുടെ അടുത്തേക്ക് നമ്മളെ ചേർത്തു നിർത്തി അവരുടെ നെഞ്ചിലെ ചൂട്, അവരുടെ ശരീരത്തിലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണം, അവരുടെ ശ്വാസം, അവരുടെ സ്പർശനം, അവരുടെ ഹൃദയമിടിപ്പ്, ഇതൊക്കെ ഒരു നിമിഷം അനുഭവിക്കുക. കണ്ടില്ലേ, നമ്മൾ മറ്റെല്ലാം മറന്നുപോയില്ലേ? ഇപ്പോ ഇവിടെ നടന്നത് ഓക്സിറ്റോസിൻ റിലീസായതാണ്. നമ്മുടെ മനസ്സിന് ശാന്തതയും സുരക്ഷിതത്വവും ആത്മസുഖവും നൽകാൻ ഈ എക്സർസൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ആളിൽ നിന്നുള്ള ആലിംഗനം ഇതിലും വേഗം നമ്മളെ സുഖപ്പെടുത്തും. അതുകൂടാതെ നമ്മൾ ശാരീരികമായിട്ട് എന്തെങ്കിലും വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും പൂർണ്ണമായി ഇല്ലാതാക്കാനും ആലിംഗനം കൊണ്ട് സാധിക്കും.
നമ്മുടെ ശരീരത്തിൽ സന്തോഷം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഡോപ്പമിനും സെറോട്ടോണിനും. ഇവയുടെ പ്രവർത്തനത്തെ സഹായിക്കുന്നതും ഓക്സിറ്റോസിനാണ്. ഒരു ചെറിയ സ്പർശനം പോലും മനുഷ്യന്റെ ഉള്ളിൽ എത്ര വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിക്കേ. ഇനി ഇതിലും വലിയ മാറ്റമുണ്ടാക്കുന്ന കാര്യമാണ് സെൽഫ് ഹഗ്. നമ്മളെ തന്നെ കെട്ടിപ്പിടിക്കുക. നമ്മളെ കെട്ടിപ്പിടിക്കാൻ നമ്മൾ തന്നെ മതിയെന്നേ. നമ്മളെ സ്നേഹിക്കാനും നമ്മളെ ചേർത്തു പിടിക്കാനും നമ്മളെ പരിഗണിക്കാനും നമ്മളെ സ്നേഹത്തോടെ ഉമ്മ വയ്ക്കാനും നമുക്ക് പറ്റുമെന്നേ. നമുക്ക് ഭംഗിയുള്ള 2 കൈകൾ തന്നിരിക്കുന്നത് നമ്മളെ തന്നെ നമുക്ക് കെട്ടിപ്പിടിക്കാൻ കൂടിയാണ്. നമ്മുടെ ചൂട് നമ്മൾ സ്വന്തമായി അറിഞ്ഞിട്ടുണ്ടോ? കുറച്ചു സമയം കണ്ണടച്ച് നമ്മളിൽ തന്നെ അലിഞ്ഞു പോയിട്ടുണ്ടോ? എന്തിനാ ഞാൻ എപ്പോഴും ചില കാര്യങ്ങൾ പറയുമ്പോൾ കണ്ണടയ്ക്കാൻ പറയുന്നത് എന്നറിയാമോ? ലോകത്ത് മനോഹരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ കണ്ണടയ്ക്കാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉറങ്ങുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, നല്ല രുചിയുള്ള ആഹാരം കഴിക്കുമ്പോൾ, നല്ല രസമുള്ള സംഗീതം കേൾക്കുമ്പോൾ, സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുമ്പോൾ, മനസ്സറിഞ്ഞ് ഉമ്മ വയ്ക്കുമ്പോൾ, കരയുമ്പോൾ. കരയുന്നത് തീർച്ചയായും ഒരു നല്ല കാര്യമാണ്. മനസ്സറിഞ്ഞ് കരയാൻ പറ്റാത്ത എത്ര പേരുണ്ടെന്നറിയാമോ? വിഷമം വരുമ്പോൾ കരയാൻ പറ്റുന്നത് ഒരനുഗ്രഹമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ കണ്ണുകൾ അടയ്ക്കുന്ന നിമിഷം നമ്മുടെ ഹൃദയം തുറക്കും. കാണാതെ പോയത് നമ്മൾ അനുഭവിച്ചു തുടങ്ങും. കണ്ടതിലും മനോഹരമായതിനെ നാം അനുഭവിച്ചറിയും. ഇനി മുതൽ നമ്മൾ നമുക്ക് കൊടുക്കാതെ പോയ ആ സ്നേഹം മുഴുവൻ നമുക്ക് കൊടുക്കാം. നമ്മുടെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് അർഹതയുണ്ട്. നമ്മുടെ ചൂടറിയാൻ നമുക്ക് അവകാശമുണ്ട്. ഇത്രയും നാൾ അതറിയാത്തതുകൊണ്ട് നാം അത് ചെയ്തില്ല. ഇനി മുതൽ എന്നും ചെയ്യണം. നമ്മളെ അറിഞ്ഞ്, അനുഭവിച്ച്, ആസ്വദിച്ച്, ആഘോഷിച്ചു തുടങ്ങണം. നമ്മൾ എന്നാണോ നമ്മളെ തന്നെ ആഘോഷിച്ചു തുടങ്ങുന്നത്, അന്നു മുതൽ ആഘോഷിക്കാനുള്ള കാരണങ്ങൾ ഈ പ്രപഞ്ചം നമുക്ക് നൽകി തുടങ്ങും. താങ്ക് യു.